പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മക്കളില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ. കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടും മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ, പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട
മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നമ്മളെ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഇൻറ്റിമസിയിലേക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണത്. അതിനകത്ത് ഇൻറ്റിമസിയിലേക്ക് വരാം. ഈശോയുടെ എൻ്റെ നിർമ്മലനാകാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും കർത്താവ് സ്റ്റാറ്റസ് എന്താണ്, ആ സ്റ്റാറ്റസ്, ആ ഇൻറ്റിമസിയുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, ഡബിൾ മൈൻഡഡ് ഉണ്ടാകരുത്. അത് ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂത്രമാണത്, ഡബിൾ മൈൻഡഡ്. ഈ ഡബിൾ മൈൻഡഡ് കാര്യം ഒരിക്കലും കർത്താവ് അതൊരു ഉൾക്കൊള്ളത്തില്ല. എന്നാലും അതുകൊണ്ട് അതൊരു കർത്താവ് പറയും, നിങ്ങൾ കലപ്പേ കൈവച്ചാൽ എൻ്റെ ജോലിയും ശുശ്രൂഷയും. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ള പോലെയുള്ളതല്ല, എല്ലാം കർത്താവിൻ്റെ ജോലിയാണ്. ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കല്യാണം കഴിച്ച് ജീവിച്ചാലും തൊഴിലെടുത്ത് ജീവിച്ചാലും ഏകസ്ഥരായാലും വിധവയായാലും നമ്മളെല്ലാം ചെയ്യണത് എന്താണ്? കർത്താവിൻ്റെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ നിർമ്മലനുള്ള സ്റ്റാറ്റസ് വരുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത്. ഈ കർത്താവിൻ്റെ ജോലി അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ ജോലിയാണ്. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ മാത്രം ചെയ്താൽ കർത്താവിൻ്റെ ജോലി ആകത്തില്ല. അതിനെന്ത് ചെയ്യണമെന്നറിയാവോ? ഡബിൾ മൈൻഡഡ് ആകരുത്. ബൈബിൾ പറയുന്ന ഏറ്റവും നല്ല തീമാണ് ഡബിൾ മൈൻഡ്. ഡോണ്ട് ബി ഡബിൾ മൈൻഡഡ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറയും വീട്ടിൽ പോടാന്ന് പറയും. എന്താണ്? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത്. ലൂക്കാ 9:62. യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അവകാശമില്ലെന്നാ പറഞ്ഞത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ജീവിത രീതിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഹിതത്താൽ വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ജീവിതമാണ്. അതിന് എന്ത് പറ്റും? ഡബിൾ മൈൻഡഡ് പറ്റത്തില്ലെന്ന്. നിർഭാഗ്യവശാൽ എല്ലാവർക്കും, വിവാഹിതർക്കും ഏകസ്ഥർക്കും സമർപ്പിതർക്കും അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കയറി വരും. എന്താ കാര്യത്തിൽ? കുറച്ച് കർത്താവിൻ്റെ കാര്യവും പിന്നെ ലോകത്തിൻ്റെ കാര്യവും കയറി ഡബിൾ മൈൻഡഡ് വരും. ഇപ്പം മറ്റുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനമാണ്. ആ വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ്. രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് ന്യൂട്രലൈസ് ചെയ്ത് കളയും. പക്ഷെ എന്ത് ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികളെ ചില ഔദ്യോഗിക അഭിഷേകത്തിൻ്റെ വായുന്നെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ? അതിൻ്റെ സഹസഞ്ചാരിയായി അതിൻ്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക അല്ലെന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലാകും. പക്ഷേ എന്താ വിഷയം? ആ രക്ഷകൻ്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പോൾ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത്? ദ ചേർച്ച് വിൽ ബി റിജക്റ്റഡ്. എന്ത് റിജക്റ്റഡ് ചെയ്യും? 2-3 തരത്തിൽ റിജക്ഷൻ സംഭവിക്കും. അതിലൊന്ന്, ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതാണ് അവരുടെ സംഭവം. അപ്പോൾ പത്രോസ് സർക്കംസിഷൻ ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പോൾ പത്രോസ് എടുത്തപ്പോൾ ക്രിസ്തു എന്ത് ചെയ്ത്? ബദൽ സംവിധാനമായിട്ടാണ് പൗലോസ് വരുന്നത്. അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല. ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ, എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള സുവിശേഷം കൈമാറുക എന്നുള്ള ആ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷാകര നടപടിയിൽ ഔദ്യോഗികമായി എന്തിനാണ് നമ്മൾ ഈ ഇപ്പം ചുവപ്പ് വസ്ത്രം, കൃതാളന്മാർ ചുവപ്പ് വസ്ത്രം കെട്ടുന്നു, ഷാസ്ട്ര ബിഷപ്പുമാർ റോസ് വസ്ത്രം കെട്ടുന്നു. എന്തായാലും കളർ ചുവപ്പിൻ്റെ വെറൈറ്റിയാണ്. എന്താ ഉദ്ദേശം? എന്താണ്? ആദിമസഭയിൽ ഒരാൾ ബിഷപ്പായി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ, അയാൾ എപ്പോഴായാലും ഒരു 2 മാസമോ 6 മാസമോ മുമ്പ് 6 കൊല്ലത്തിനുള്ളിൽ മരിക്കും. അപ്പം മരിക്കാൻ തയ്യാറാണ്, വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്കി ചുവപ്പ് കെട്ടണത്. അന്ന് അതിൻ്റെ ട്രഡീഷൻ അതാണ്. അപ്പം ചുവപ്പ് കെട്ടിയിട്ടുണ്ടെന്ന് തന്നെ മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള അംബിഗസ് ആയിട്ടുള്ള
ഇവർ കറക്റ്റായിട്ട് അങ്ങനെ പറയത്തില്ലെങ്കിൽ അംബികസായിട്ട് പറയും. എന്നുവെച്ചാൽ മറ്റുള്ളവർ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർത്ത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ വരുന്ന ഒരു വിഷയം, ഇത് അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ഉയർന്നു വന്നതാണ്, ആ എവാഞ്ചലൈസേഷനിൽ നിന്ന് വന്നതല്ലത്. അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ സഭയുടെ ഫെർവൻസ് എന്ന് പറയുന്ന കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വല്ല വിഷയപ്പെടുത്തതിൽ ചിലപ്പോഴെങ്കിലും ഡയലോഗുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡയലോഗുകാർ ചെന്ന് പെടും. അപ്പോൾ ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒറ്റ വിഷയമുണ്ട്. പലരും ക്രൂശിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ആരും. പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സിംഗിൾ നെയിമാണ്. ഈ നെയിമെ തൊടുമ്പോൾ പണ്ടൊരാൾ തൊട്ടതാണ്, അതിനെ പറഞ്ഞത് തോട്ടിമുള്ളിലാണ് നീ തൊഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പിന്നെ അയാൾ പരിഹാരം ചെയ്തത് മാനസാന്തരപ്പെട്ടിട്ട് പത്രോസിൻ്റെ ഒപ്പം നിന്നിട്ട് പത്രോസിന് പകരം 14 സഭകളെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാപത്തിന് പരിഹാരമായി മാറിയത്, പൗലോസിൻ്റെ. അപ്പോൾ എപ്പോഴും ഈ വിഷയത്തിൽ പൊതുവെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന സംഭവം എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വിട്ടിട്ട് കർത്താവ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കും. പാരൽ സംവിധാനം. ഈ അവാന്തര സഭാ സമൂഹങ്ങളുടെ വളർച്ച നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടല്ലേ? ഓക്കെ അല്ലേ? ശരി. ജോജി മോള്, ഞാൻ തലയോലപ്പറമ്പിൽ നിന്ന് വരുന്നു. ഈ പുണ്യഭൂമിയിൽ എന്നെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ചിലാണ്. അതിനു മുമ്പ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം 2016, 17, 18 ഈ സമയങ്ങളിലൊക്കെ എനിക്ക് സൗദിയുടെ കുറേ പോമട്രി കുറേ ഇൻ്റർവ്യൂ കിട്ടുകയും അതിന് ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിന് ഡേറ്റ് എടുക്കും, അതെനിക്ക് പോകും. പിന്നെയും ഇൻ്റർവ്യൂവിന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കും, പിന്നെ അത് പോകും. അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് ഡിഫൻസിൻ്റെയും MOHൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ കിട്ടി. അതിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നിവൃത്തിയോടുകൂടി ഞാൻ ഹാർഡ് എഴുതി അബുദാബിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഹാർഡ് പാസ്സായി. പക്ഷേ അതിനും എൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതല്ലാതെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും OET എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ OETക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ഫെയിലായി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോകാം, മാതാവിൻ്റെ ഒന്ന് ചെതെടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കിട്ടും. അങ്ങനെയാണ് ഞാൻ 2022 മാർച്ചിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ OET ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ 2 സബ്ജക്റ്റ് കിട്ടി, 2 ഞാൻ ഫെയിലായി. കാരണം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതൊന്നും എനിക്ക് അത്ര നന്നായിട്ട് അറിയാവുന്നില്ല. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിന് എഴുതിയ കാര്യങ്ങൾ, ഒന്ന്, മാതാവ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫാമിലിയുടെ കൂടെ ഇന്ന് വരെ നിന്നിട്ടില്ല. അപ്പോൾ ഇനിയുള്ള കാലം എനിക്ക് അവരുടെ കൂടെ നിൽക്കണം, കൂടെ എൻ്റെ കുഞ്ഞും ഉണ്ടാവണം. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയൊരു ജോലി, അതേ ഒരു സ്ഥലത്ത് ജോലി കിട്ടണം. എനിക്ക് ഞാൻ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ആകെ കിട്ടുന്നത് 25,000 രൂപ സാലറിയാണ്. എനിക്കൊരു വീടില്ല, ഒന്നുമില്ല. എനിക്കതുകൊണ്ട് ഒന്നും പറ്റുന്നത് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഞാൻ വെച്ചു മാതാവിന്. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ചത്, മാതാവ് എന്നും എൻ്റെ ഇഷ്ടമല്ല, നീ എന്താഗ്രഹിക്കുന്നു അത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം. പിന്നെ എന്നും എൻ്റെ അമ്മയായി, എൻ്റെ സ്വന്തം അമ്മയായി എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത്രയും നിയോഗങ്ങളാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞാൻ OET എഴുതി 2 സബ്ജക്റ്റിനെ പാസ്സായുള്ളൂ. അങ്ങനെ വീണ്ടും ഫെയിലായി. ഞാൻ 2023 തന്നെ ഏജൻസിയിൽ നിന്ന് ഒരാൾ കോൺടാക്ട് ചെയ്തു, സൗദി MODക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ OET ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു പ്രാവശ്യം വന്ന് ട്രൈ ചെയ്യുക, ഹ്യൂജ് ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, ഇത്രയും വേക്കൻസി ഉണ്ട്, ഹ്യൂജ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വരുന്നില്ല, എനിക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് വരിക വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ വരുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു, ഒരുപാട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 1500-ലധികം സ്റ്റാഫുണ്ട് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഏറ്റവും ലാസ്റ്റാണ് ഡ്യൂട്ടി കഴിഞ്ഞ് എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്പേസാണ് കിട്ടിയത്. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇൻ്റർവ്യൂവിൽ എടുക്കാനുള്ള ആൾക്കാരെയൊക്കെ എടുത്തു കഴിഞ്ഞു, നമുക്കിനി സ്റ്റാഫിനെ വേണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോളാൻ. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ നിന്നൊരു സൗദി എന്നോട് പറഞ്ഞു, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഞാൻ പറഞ്ഞു NICU. പറഞ്ഞു വേക്കൻസി ഉണ്ട്, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്, മാതാവ് എനിക്ക് സൗദിക്ക് പോകാൻ ഇഷ്ടമല്ല, പക്ഷേ നീ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഞാനിതിന് പോയിക്കോളാം, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് മടിയാണ്. അപ്പോൾ ഞാൻ അവിടെ കയറുന്ന ഇൻ്റർവ്യൂവിന് തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ തിരിച്ചു വിട്ടു, വേക്കൻസി ഇല്ല. ഞാൻ പിന്നെയും ചെന്നപ്പോൾ അവരൊന്നും ഇല്ല, വേക്കൻസി ഉണ്ട്. അങ്ങനെ തിരിച്ച് കയറി ചെന്നപ്പോൾ എനിക്കാണ് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു എൻ്റെ ഈ കാശ് രൂപ എപ്പോഴും എൻ്റെ കഴുത്തേലുണ്ട്. അപ്പം ഞാൻ ആ കാശ് രൂപം പിടിച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവെ കയറി പോകാൻ പറയുന്നു, അത് കഴിഞ്ഞ് ഇറക്കി വിടുന്നു, നീ എനിക്ക് വിധിച്ചതാണെങ്കിൽ ഇതെനിക്ക് അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. അങ്ങനെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ 3 പേരാണ് ഒരു സീറ്റിലിരിക്കുന്നത്. അപ്പോൾ ഒരു സീറ്റ് വേക്കൻ്റായി കിടക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഇരുന്നോളാം. ഞാൻ അകത്ത് കയറി ചെന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലേക്ക് വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ അകത്ത് കയറി ചെന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പ്രിഫറൻസ് ഉണ്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി, ഇങ്ങനെ ചോദിക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കിട്ടിയാൽ കൊള്ളാം, കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെയുണ്ട്. അപ്പം തന്നെ അവരെനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അടിച്ച് എനിക്ക് ആ ഒരു ജോലി കിട്ടി. പക്ഷേ എനിക്ക് പോകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെയും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും വന്നു. മാതാവിൻ്റെ അടുത്ത് അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് OET ഒന്നും കൂടെ എഴുതണമെന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഈ ജോലിക്ക് കിട്ടി, ഞാൻ ഏതിനാ പോകേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല, ഒരു കാശ് രൂപ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എന്നിട്ട് വീണ്ടും പോയി ഞാൻ ഒന്നും കൂടെ OET എഴുതി. പക്ഷേ ഞാൻ ഫെയിലായി. അപ്പോഴത്തേക്കിന് ഈ ഒരു ജോബിന് ഞാൻ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അവരെന്നെ റിജക്റ്റ് ചെയ്തു ഓൾറെഡി. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു മാതാവേ നീ തന്ന ജോലി ഞാനത് റിജക്റ്റ് ചെയ്തു. അവർ പറഞ്ഞു ഡിഫൻസിൽ നിന്ന് റിജക്റ്റ് ചെയ്തൊരു ജോലി ആ സെയിം ഹോസ്പിറ്റലിലേക്ക് ഇനി നമുക്ക് ഒരിക്കലും കിട്ടില്ല, നമുക്കങ്ങനെ കിട്ടാനുള്ള ചാൻസ് 1% പോലും ഇല്ല. പക്ഷേ ഞാൻ മാതാവിനോട് വന്നു, എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കിവിടെ 25,000 രൂപയ്ക്ക് സാലറിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഇനി നീ എനിക്ക് എന്ത് ജോലി തന്നാലും ഞാനത് ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല. 1 മാസം കഴിഞ്ഞ് ജൂൺ മാസം ആയപ്പോഴത്തേക്കിനും എനിക്ക് ആ സെയിം ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയ സാലറിയേക്കാളും 30,000 രൂപ കൂട്ടി എനിക്ക് സെയിം ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ ആ സെയിം ഹോസ്പിറ്റലിലേക്ക് തന്നെ എനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന വെറും 25,000 രൂപ സാലറി, പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കാര്യങ്ങൾ, എനിക്ക് ആ ഒരു ജോലി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, മാതാവിൻ്റെ അടുത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പറയും മാതാവി ഇത്രയും സ്ട്രെസ്സായിട്ടുള്ള ജോലി ഭാരങ്ങളൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ഈ സാലറി ഒന്നും തികയുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ ഇന്ന് ദൈവം എനിക്ക് 25,000 രൂപ സാലറി ഉള്ളിടത്തുനിന്ന് എൻ്റെ ഓവർ ടൈം കൂട്ടി ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ മേളിലുള്ളൊരു ജോലിയാണ് ഇന്ന് എനിക്കുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് എല്ലാ അക്കോമഡേഷനും ഇന്ന് ദൈവം എനിക്ക് അവിടെ തന്നിരിക്കുന്ന അക്കോമഡേഷൻ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ചെറിയൊരു വീടാണുള്ളത്, 2 മുറിയും ഒരു ഇതൊക്കെയുണ്ട്. പക്ഷേ ദൈവം എന്നെ അവിടെ എത്തിച്ചപ്പോൾ എനിക്ക് AC ഉള്ളൊരു മുറി, ഞങ്ങൾക്ക് ഫാമിലി അക്കോമഡേഷൻ, ഒരു ചിലവ് ഞങ്ങളുടേതായ ചിലവുകളൊന്നും ഇല്ലാതെ വീടൊന്നും ഇല്ലെങ്കിലും അതിൽ പരം സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം എന്നെ എത്തിച്ചു. എൻ്റെ ഡ്യൂട്ടി പരമായിട്ടാണെങ്കിലും എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യാൻ തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ എക്സാം പോകുന്നതിന് മുമ്പ് പോമെട്രി എഴുതുന്നതിനെ പറ്റിയാണ്. അപ്പോൾ പോമെട്രി എഴുതിയിട്ട് ഇപ്പം ഞാൻ ആദ്യം റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇവർ തന്നെ പറഞ്ഞു പോമെട്രി എക്സാം ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഒരു ഓൺലൈൻ ക്ലാസ് 1 മാസം അറ്റൻഡ് ചെയ്തതിലും അതിലത്ര എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 12 ദിവസം ക്രഷ് കോഴ്സാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ 6 ദിവസം ക്രഷ് കോഴ്സ് ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അവിടെ സാറിനെ എഴുന്നേപ്പിച്ച് കൊടുത്തിട്ട് പറഞ്ഞു ജോജി മോളെ എക്സാം എഴുതണ്ട, ജോജി മോൾ ഫെയിലാകും, കാരണം ഞങ്ങളുടെ അക്കാഡമിയിൽ ഇങ്ങനെ ഒരു ഇത് വരാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല, ക്ലാസ് കൂടണമെന്നും എനിക്കൊരു നിർബന്ധമില്ല, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ക്ലാസ്സിലിരുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇരുന്നാൽ മതി, ഞങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. വെറും 6 ദിവസം ക്ലാസ് കൂടി ഒരാളും, അത് ഞാൻ ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ട് പോസ്റ്റ് BC എടുത്ത ഒരാളാണ്, അങ്ങനെ ഒരിക്കലും പാസ്സാവില്ല എന്നതിന് 100% ഉറപ്പിച്ച് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി സാറിങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടോണ്ട് എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ കാശ് രൂപം എല്ലാം കൊണ്ട് ഞാൻ പോകുള്ളൂ, എനിക്കിത് കിട്ടേണ്ട ജോലിയാണെങ്കിൽ ഇത് മാതാവ് എനിക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ എക്സാമിൽ പാസ്സായിരിക്കും. അവർ പറഞ്ഞു ഈ പ്രാവശ്യം ഫെയിലായാൽ പിന്നെ അവിടെ ചെന്ന് എഴുതേണ്ടി വരും, അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി എനിക്ക് ഒരു പ്രാവശ്യം കൂടെ എഴുതാൻ വയ്യ, ഇത്ര സ്ട്രെസ്സ് വെച്ചിട്ട് ഇനി ഈ പ്രാവശ്യം നീ പാസ്സാക്കി തരണം, ഒരുപാട് മാർക്കൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മതി. ഞാൻ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കാശ് രൂപത്തിൽ ഞാൻ എപ്പോഴും പിടിച്ചു വിശ്വാസം, അതെന്ത് കാര്യത്തിലാണെങ്കിലും ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലും. അതിനുശേഷം ഞാനൊരു കൊന്തയെല്ലാം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഈ പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈലം എൻ്റെ കൈ തുമ്പത്തിൽ തൂത്തിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇതും കൊണ്ടാണ് ഞാൻ മൗസ് മൂവ് ചെയ്യുന്നത്, എനിക്ക് ആൻസറൊന്നും കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഒത്തിരി പാസ് മാർക്കൊന്നും, ജസ്റ്റ് എനിക്കൊന്ന് പാസ്സായാൽ മതി. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അക്കാഡമിയിലെ ഏറ്റവും ടോപ്പ് സ്കോററിൽ എൻ്റെ ഫോട്ടോ സഹിതം ഏറ്റവും നല്ല സ്കോറോടുകൂടി ഞാൻ പോമെട്രി എക്സാം പാസ്സായി. അതിന് എൻ്റെ മാതാവിനെ എത്ര നന്ദി അർപ്പിച്ചാലും തീരില്ല.
പിന്നെ എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഹസ്ബൻഡും ഒരേ ഹോസ്പിറ്റലിലാണ് അവിടെ ഡിഫൻസിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള പേപ്പർ വർക്ക് ഞാൻ മാതാവിന് ഉടമ്പടി പുതുക്കിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ പേപ്പറുകളൊന്നും ശരിയാകുന്നില്ല, എൻ്റെ കുഞ്ഞിൻ്റെ പേപ്പർ ശരിയായി കുഞ്ഞിനെ ഒരു തടസ്സവും കൂടാതെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റണേന്ന്. അങ്ങനെ മാതാവിനോട് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞ് നാട്ടിലാണ്, എന്നാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ തലയിൽ തൈലമൊക്കെ തൂക്കും. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിന് വേണ്ടി. അവൾ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാ ദിവസവും സ്വർഗ്ഗസ്നായ പിതാവേ നന്മ പറഞ്ഞ് പറയുമ്പോൾ മാത്രം ചൊല്ലാനേ കുഞ്ഞിനെ അറിയുള്ളൂ, അതൊക്കെ ചൊല്ലണം. അങ്ങനെ കുഞ്ഞും എല്ലാ ദിവസവും ചൊല്ലും കിടക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം അതിൻ്റെ പേപ്പർ ശരിയായി. ഇന്നലെ ഞാൻ വിസ ഓഫീസിൽ പോയി, വിസയുടെ എല്ലാം റെഡിയായി. 10 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന് വിസ വരും. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ടുപോകാനുള്ള എല്ലാം ശരിയായിട്ടുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ മാതാവിന് എന്തേരം നന്ദി അർപ്പിച്ചാൽ പോലും തീരില്ല. കോടാനുകോടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞാൻ പിന്നെ എല്ലാ ദിവസവും ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എനിക്ക് എത്ര സമയമില്ലെങ്കിലും ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനത് ലൗഡ് സ്പീക്കറിൽ വെക്കും. കാരണം അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്നെ പറ്റിയാണോ, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ഡ്യൂട്ടിക്ക് ഒക്കെ പോകുമ്പോൾ അത് ഭയങ്കര, എനിക്ക് ഒരിക്കലും ഒരു ദിവസം പോലും മാക്സിമം ഞാനത് മിസ് ചെയ്യാറില്ല. എനിക്ക് അത്രയ്ക്ക് ഇത് വന്ന് അങ്ങനെ പോലും ഞാൻ മിസ് ചെയ്യാറില്ല. അപ്പം തന്നെ ഞാൻ കാണുന്നതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്യും, അതിനുശേഷം ഞാനത് കാണാറുള്ളൂ. പിന്നെ എല്ലാ ദിവസവും എന്നെ പറ്റിക്കൊണ്ട് പറ്റുന്ന വചനങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഉടമ്പടിയെ പറ്റിയും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൃപാസന പത്രം എല്ലാം കൊണ്ടു കൊടുക്കുമായിരുന്നു. അവിടെ ഓൺലൈനായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓൺലൈൻ പത്രം ഷെയർ ചെയ്യും. അങ്ങനെ എന്നെക്കൊണ്ട് ഓൺലൈനായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. ജോജുമോൾ എന്ന ഈ സഹോദരിയുടെ വളരെ വൈകാരികമായ ഹൃദയസ്പർശിയായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾ പറഞ്ഞു തുടങ്ങിയത് മകൾ ചെയ്തിരുന്ന നഴ്സിംഗ് ജോലിയിൽ വളരെ തുച്ഛമായ ശമ്പളം കിട്ടിയിരുന്നത് കൊണ്ട് ഒരു കാര്യത്തിനും ഒന്നിനും തികയാതെ വിഷമിച്ച ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ്. OET എഴുതി യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ആഗ്രഹവും തീരുമാനവുമായി മകൾ ജീവിക്കുന്ന സാഹചര്യത്തെയും നമ്മളോട് സൂചിപ്പിച്ചു. എന്നാൽ ഇങ്ങോട്ട് വന്ന് നിർബന്ധിച്ച് മകളെ സൗദിയിലേക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് മകളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒട്ടും താല്പര്യമില്ലാതെ അവസാനത്തവളായി ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ മകൾ ചെല്ലുന്നു. അവിടെ ചെന്നിട്ടും ഒരിക്കലും മകൾക്കൊരു ഏറ്റവും ഫീബിളായിട്ടുള്ള ഏറ്റവും കണ്ടീസീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല അവിടെ കിട്ടുന്നത് പോലും. മകൾ തന്നെ പറഞ്ഞു, 2 തവണ ഇൻ്റർവ്യൂവിന് ഞാൻ അകത്ത് കയറി, എന്നെ അവർ പുറത്തേക്ക് വിട്ടു, ഇൻ്റർവ്യൂ കഴിഞ്ഞുവെന്ന് എന്നെ അറിയിക്കുകയും ചെയ്തു. ഓരോ തവണയും ഞാൻ വലിയ പ്രതീക്ഷയോടെ അകത്തേക്ക് ചെല്ലുമ്പോൾ പുറത്തേക്ക് ഒന്നുമില്ലാതെ പറഞ്ഞു വിടുന്ന സങ്കടത്തെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പുറത്തു വെച്ച് കാണുന്ന ഒരു സൗദിയാണ് NICUവിൽ ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് തള്ളിവിടുന്നത്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അവർ നല്ല രീതിയിലൊന്നും കാര്യങ്ങൾ ഇടപെടുന്നത് എനിക്ക് തോന്നിയില്ല. മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്, എൻ്റെ മനസ്സ് മുഴുവനും സൗദിയിൽ പോകേണ്ടതാണ്, അതുകൊണ്ട് തന്നെ എനിക്കവിടെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ പോലും യാതൊരു തരത്തിലും എനിക്കതിനോട് താല്പര്യമില്ല. ഒടുവിൽ അവരെന്നോട് ആശുപത്രി ചോദിക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ ആശുപത്രി പറയുന്നു, അവിടെ തന്നെ അവർ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവളുടെ താല്പര്യക്കുറവ് മൂലം യൂറോപ്യൻ കൺട്രി മാത്രം മനസ്സിലുള്ളത് കൊണ്ട് അതും അവളെ ലെറ്റർ സിഗ്നേച്ചർ ചെയ്ത് അയക്കാത്തത് മൂലം ജോലി നഷ്ടപ്പെടുന്നു. ശരിക്കും അമ്മ മാതാവ് നമ്മുടെ ഒരു ജീവിതത്തെ ഏറ്റെടുത്താൽ, അതൊരു നിയോഗത്തിൽ നാം സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിച്ചാൽ, അമ്മ നമ്മൾ വളഞ്ഞവഴികളിലൂടെ പോയാലും അമ്മ നമ്മളെ നേർവഴിയിലേക്ക് കൊണ്ടുവരും. നമ്മൾ പലപ്പോഴും മറുതലിച്ച് നിന്നാലും ഒടുവിൽ അമ്മ ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് ജീവിതത്തെ കൊടുക്കുവാൻ സന്നദ്ധമാകുന്ന നിമിഷം എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്ന ഇടത്ത് നിന്ന് പുതിയ തുടക്കങ്ങൾ നമുക്ക് ആരംഭിക്കുന്നത് കാണാനാവും. മകൾ അതാണ് സാക്ഷ്യപ്പെടുത്തിയത്. ആ ജോലി എനിക്ക് നഷ്ടമായി, ആ ആശുപത്രി ഒരിക്കലും എനിക്ക് കിട്ടില്ല, ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും കയറുവാൻ പറ്റില്ലെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ ഇന്ന് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്, എവിടെയാണോ താൻ ജോലി നിരസിച്ചത്
അതേ ആശുപത്രിയിൽ നേരത്തെ പറഞ്ഞതിൽ കൂടുതൽ സാലറിയോടുകൂടി മകൾ അവിടെ ഇന്ന് ജോലി ചെയ്യുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ്. അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ പദ്ധതികൾ ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ വഴികൾ ഞാൻ അടയ്ക്കുന്നു, ദൈവ വഴികളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു, ദൈവികമായ ഇടപെടലുകൾക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ എളിമപ്പെടുത്തുന്നുവെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങും. പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയും ദൈവഹിതവും തമ്മിലുള്ള മൽപ്പിടുത്തമാണ് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വൈകുവാനോ നഷ്ടപ്പെടുവാനോ കാരണമായി പോവുക. മകളുടെ സാക്ഷ്യത്തിൽ അത് വ്യക്തമാണ്. അവൾക്കൊരാഗ്രഹമുണ്ട്, ദൈവം ഒന്ന് കൊടുക്കുവാൻ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ കൊടുക്കുവാൻ തീരുമാനിക്കുന്നത് സ്വീകരിക്കുവാനുള്ള മനസ്സില്ലായ്മ ആദ്യം ജോലി നഷ്ടത്തിലേക്കും കൂടുതൽ ക്ലേശത്തിലേക്കും അവളെ കൊണ്ടുപോകുന്നു. എന്നാൽ ദൈവഹിതത്തോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ അവൾക്ക് വേണ്ടി ഓരോ പദ്ധതിയും ഒരുക്കപ്പെടുന്നു. ആ പദ്ധതി അനുഗ്രഹത്തിൻ്റെതായിരുന്നു. നിനവേക്കാർക്ക് യോനായെ കൊണ്ടുചെന്നിടുന്നത് പോലെ അവൾ തിരസ്കരിച്ച ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുചെന്നുകൊണ്ട് അവളുടെ ജീവിതത്തെ എത്ര സുരക്ഷിതമാണെന്ന് അമ്മ മാതാവ് അവളെ കാണിച്ചു കൊടുക്കുകയാണ്. അവൾ പറഞ്ഞു, ഇവിടെ വളരെ ചെറിയൊരു വീട്ടിൽ ഞാൻ ജീവിച്ചു വളർന്നു വന്നു. അവിടെ ഏറ്റവും സൗകര്യമുള്ളൊരു വീട്ടിൽ ഞാനിന്ന് ജീവിക്കുന്നുണ്ട്. ഇവിടെ എനിക്കൊന്നും കൈകളിലില്ലായിരുന്നു. അവിടെ എനിക്കിന്ന് ചിലവൊന്നുമില്ലാതെ സാലറി എൻ്റെ കൈകളിൽ ശേഖരിക്കുവാൻ പറ്റുന്ന വിധം എൻ്റെ അമ്മ മാതാവ് എനിക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു. എൻ്റെ ഭർത്താവിനോടൊത്ത് എനിക്ക് അധികകാലം ജീവിക്കുവാൻ നാട്ടിലൊട്ടും സാധിച്ചിരുന്നില്ല. രണ്ടുപേർ രണ്ടിടങ്ങളിലായിരുന്നു. അമ്മ മാതാവ് എന്നെ അവിടെ കൊണ്ടുചെന്ന് കുടുംബം ഒരുമിച്ച് ജീവിക്കുവാൻ എനിക്കുള്ള വഴികൾ ഒരുക്കി തന്നു. അതിൻ്റെ അവസാനമാണ് കുഞ്ഞിൻ്റെ വിസ പ്രോസസ്സ് പൂർത്തീകരിച്ച് അത് കൊണ്ടുപോകുവാനുള്ള വഴികൾ കൂടി ഒരുക്കി തരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഉടമ്പടി നിയോഗത്തിൽ എപ്പോഴും ദൈവഹിതം നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിയോഗം എഴുതുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈശോ അനുവദിക്കുന്നുവെങ്കിൽ, അമ്മ ആഗ്രഹിക്കുന്നതും ഈശോ നൽകുന്നതും എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ വഴികൾ നമ്മൾ മാറ്റും, നമ്മുടെ സ്വാർത്ഥത നമ്മൾ ഉപേക്ഷിക്കും, നമ്മുടെ പിടിവാശികളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറും. അപ്പോൾ ദൈവികമായ ചാനലുകൾ നമുക്ക് വേണ്ടി വേഗത്തിൽ തുറന്നു വരുന്നതും നമുക്കത് അനുഗ്രഹത്തിൻ്റെ വഴികളായി പരിണമിക്കുന്നതും കാണുവാൻ പറ്റും. ഈ മകളുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവിക സംരക്ഷണങ്ങൾക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയത് മുഴുവനും തിരികെ ജോലിയിലൂടെ കൊടുത്തുകൊണ്ട് മകളുടെ ജീവിതത്തെ ഉയർത്തിയതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നെയ്മി, എൻ്റെ ഹസ്ബൻഡ് പ്രവീൺ. ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുന്നു. ഞങ്ങൾ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ പുലച്ചിറ ഇടവകയാണ്. ഞങ്ങൾ 3.5 വർഷമായിട്ട് UK-യിലാണ്. അറിഞ്ഞും അറിയാതെയും വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഒരുപാട് പാപം ചെയ്തു പോയിട്ടുള്ള പാപികളായ ഞങ്ങളെ അമ്മയുടെ പുണ്യഭൂമിയിൽ എത്തിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വരുവാനുണ്ടായ സാഹചര്യം, ഞങ്ങൾ UK-യിൽ വിസയ്ക്കൊരു പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നതിൽ നിന്നാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് ആദ്യമായിട്ട് വരാൻ ഉണ്ടായ സാഹചര്യം. ഹസ്ബൻഡിനെ കൊടുക്കുന്നു. ഞങ്ങളുടെ വിസ അടിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. ഒരു കെയർ ഹോമിൽ നിന്നാണ് വിസ അടിച്ചത്. അത് കഴിഞ്ഞ് 2024 മാർച്ച് ആയപ്പോൾ ഞങ്ങൾക്കൊരു മെയിൽ ഹോം ഓഫീസിൽ നിന്ന് വന്നു. ആ മെയിലെന്ന് പറയുന്നത്, നിങ്ങളുടെ വിസ ക്യാൻസലായിരിക്കുന്നു, നിങ്ങൾ 45 ദിവസത്തിനകം തിരിച്ച് നാട്ടിൽ ചെല്ലണം. കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് 45 ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 45 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തിരിച്ച് നാട്ടിൽ ചെല്ലേണ്ടതാണ്. ഇത് കണ്ടതും ആകെ വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. ഈ മൊത്തത്തിലുള്ള കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ല. ജസ്റ്റ് വിസയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓൾറെഡി ക്യാൻസലായെന്ന കാര്യം അന്ന് പറഞ്ഞിരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ കെയർ ഹോമിലൊക്കെ സംസാരിച്ചു. അവരുടെ സൈഡിൽ നിന്ന് എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ദിവസങ്ങൾ നീളുന്നു, ഒന്നും ആവുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അറിയില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വിസ അടിച്ചത് ഞങ്ങൾ പ്രാർത്ഥന വൈഫ് പറയും. കൃപാസനത്തെ പറ്റി എൻ്റെ മമ്മി കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് എന്നോട് മൊത്തമായിട്ട് കാര്യം പറഞ്ഞില്ല, മെയിൽ വന്ന കാര്യമൊന്നും പറഞ്ഞില്ല. വിസയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പം വിസയ്ക്ക് പ്രശ്നം വരാം, സ്പോൺസർഷിപ്പ് പ്രശ്നം വരാമെന്ന് പറഞ്ഞപ്പം മമ്മി പറഞ്ഞതുപോലെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു ഫീലിംഗ് വന്ന്. അപ്പം ഞങ്ങൾ ജീസസ് യൂത്തിലുണ്ട്. അപ്പോൾ ജീസസ് യൂത്തിൽ ജസ്നെറ്റ് എന്ന് പറഞ്ഞ ചേച്ചി വാട്സപ്പ് സ്റ്റാറ്റസിലിടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടതുകൊണ്ട് ഞങ്ങൾ ചേച്ചിയോട് തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കാമെന്ന് കരുതി. അപ്പോൾ ചേച്ചിയെടുത്ത കാര്യം പറഞ്ഞപ്പം ചേച്ചിയാണ് പറഞ്ഞത്, ലൈറ്റ് ക്യാൻഡിൽ ഇട്ടാൽ പെട്ടെന്ന് നടക്കാനുള്ളതാണെങ്കിൽ അത് ഉടനടി തന്നെ അതിനുള്ള ഉത്തരം മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തരും എന്ന് പറഞ്ഞു.
അപ്പോൾ അതൊരു വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേച്ചി പറഞ്ഞ പ്രകാരം ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു. വിസയുടെ പ്രശ്നങ്ങൾ മാറി തരണമേ, വിസയ്ക്ക് പ്രശ്നം വരരുതേ, സ്പോൺസർഷിപ്പ് പ്രശ്നം വരരുതേ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. കാരണം എനിക്കറിയില്ല. 2 ദിവസത്തിനകം എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു. അന്നേരമാണ് ആക്ച്വലി കാര്യം പറയുന്നത്. ഹോം ഓഫീസിൽ നിന്ന് നമ്മുടെ വിസയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന തുടങ്ങി 2 ദിവസത്തിനകം ആ ഹോം ഓഫീസിൽ തന്നെ നമുക്ക് മെയിൽ അയച്ചു, ഞങ്ങളുടെ വിസയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കാം. അപ്പോളജീസ് പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചു. അവരുടെ സൈഡിൽ നിന്നൊരു അപ്പോളജീസൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കവരെ കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ സത്യത്തിൽ മാതാവ് ഈശോയുമായി ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ നേടി തന്നതാണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യമാണ്. അപ്പം ഈ ഒരു പെട്ടെന്നൊരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായപ്പം നമുക്ക് കൂടുതൽ ഇതിലേക്ക് വരണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ മെയ് 1, 2024 ഞങ്ങൾ ആ വർഷം തന്നെ ഞങ്ങൾ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ ഉടമ്പടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഉടമ്പടിയിൽ 6 നിയോഗം വയ്ക്കാം. 6 നിയോഗം വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ എന്തൊക്കെ വെക്കണം എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ആദ്യത്തെ നിയോഗത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരുടെയും രോഗങ്ങൾ വെച്ചു. പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് 6 നിയോഗങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ചു. അങ്ങനത്തെ രീതിയിലായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേത് ഞങ്ങളുടെ കടബാധകളായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ വലിയൊരു കടബാധയിലാണ്. അപ്പം അത് മാറിക്കിട്ടുക എന്നുള്ളത് മനുഷ്യ ഞങ്ങളുടെ കണ്ണിൽ അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അത് പെട്ടെന്ന് നടക്കില്ല എന്നുള്ളൊരു ഫീലായിരിക്കാം ഞങ്ങളത് 6ാമത് എഴുതി. പക്ഷേ അമ്മ മാതാവ് ഏറ്റവും ആദ്യം പ്രവർത്തിച്ച് തുടങ്ങിയത് ആ ഒരു കാര്യത്തിന് തന്നെയായിരുന്നു. ഞങ്ങളുടെ ജീസസ് യൂത്തിലുള്ള ഒരു ബ്രദർ വിൽസൺ ഒരു ദിവസം എന്നോട് ചോദിച്ചു, സാമ്പത്തിക സഹായം നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ജോലി കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു മാസം മുട്ടിക്കുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വിൽസനോട് പറഞ്ഞു, ഉള്ളപ്പോൾ ഞങ്ങൾ ചെയ്യും, ആവുന്ന പോലെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ 10% അത് നമുക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണെന്നാണ് വിൽസൻ അന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതെന്തോ എനിക്ക് ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ പിറ്റേ മാസം മുതൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശമ്പളം വരുമ്പോൾ ആദ്യം തന്നെ 100 പൗണ്ട്, ഞങ്ങൾക്കതാവുന്ന പൈസയല്ല, ഞങ്ങൾ ആ 100 പൗണ്ട് ഈശോയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു അക്കൗണ്ട് തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ 100 പൗണ്ട് അതിലേക്ക് എല്ലാ മാസവും ശമ്പളം വരുമ്പോൾ മാറ്റിയിടും. ഞങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടിയാലും ആ മാസത്തിൽ എന്തെല്ലാം ആവശ്യം വന്നാലും ഞങ്ങൾ അതിൽ തൊടില്ല. അത് ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അതിൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സഹായിക്കാൻ ഓരോരുത്തർ ചോദിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ആ അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ഇതുവഴി ഉണ്ടായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ ഒരുപാട് 15 ലക്ഷത്തിൻ്റെ സ്വർണ്ണപ്പണയം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ആദ്യം മാതാവ് ക്ലിയർ ചെയ്തത്. ഞങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. പക്ഷേ അത് ഒരു വഴിക്ക് തുടങ്ങുവാനായിട്ട് മാതാവ് ഒരു വഴി കാട്ടി തന്നു. 15 ലക്ഷത്തിൻ്റെ കടം മാതാവ് ഈശോ വഴിയാണ് ഞങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തന്നു. ഓരോ തവണയും ഈശോ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇളവ് തരുമ്പോൾ വീണ്ടും അതിൽ നിന്നൊരംശം ആ 100 പൗണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നു. അപ്പം ഇത് സ്വർണ്ണപ്പണയം ക്ലിയർ ആയപ്പോൾ അതിൽ നിന്നൊരംശം വീണ്ടും ആ 100 പൗണ്ട് കൂടെ ചേർത്തു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഡിസംബർ 7, 2024 20ാമത്തെ വാർഷികമാണെന്നിങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഇതുവഴിയൊക്കെ അറിഞ്ഞു. അപ്പം ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഓരോരോ മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഈശോ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആനിവേഴ്സറിക്ക് മാതാവിനോടൊരു സമ്മാനം ചോദിക്കണം ഞങ്ങൾക്ക് തോന്നി. അപ്പം ഞങ്ങൾ രാവിലെ 5:30 പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി, അമ്മ മാതാവേ, ഇന്ന് മാതാവ് വന്നതിൻ്റെ 20ാമത്തെ വാർഷികമാണ്, ഞങ്ങൾക്ക് ഒരു സമ്മാനം മാതാവ് ഈശോ നേടി തരുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം എൻ്റെ പൊട്ട ബുദ്ധിയിൽ എനിക്ക് വലിയതായിട്ടൊന്നും എനിക്ക് ഞാനങ്ങനെ ചിന്തിക്കേണ്ടതേ അല്ല. എൻ്റെ മനസ്സിൽ തോന്നി, ഞങ്ങൾ ആ സമയത്ത് മാതാപിതാക്കളെ വിസിറ്റ് കൊണ്ടുവരാൻ വേണ്ടി കുറേശ്ശെ ഫണ്ടിന് വേണ്ടി ശേഖരിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ നാൾ കഴിഞ്ഞ് അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ആ ഫണ്ട് എടുത്ത് ഞങ്ങളുടെ ഗൾഫിലെ കടം തീർത്താൽ, ഗൾഫിൽ ഞങ്ങൾ മാസം 400 പൗണ്ട് വെച്ച് ഞങ്ങൾ അവിടുത്തെ ക്രെഡിറ്റ് ലോൺസ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ക്രെഡിറ്റ് ലോൺസ് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഫണ്ട് എടുത്താൽ വീണ്ടും എല്ലാ മാസവും ആ 400 പൗണ്ട് തിരിച്ച് നമുക്ക് വരും. അപ്പോൾ നമുക്കത് റോളിങ് പോലൊരു ഫീൽ ചെയ്ത് നമുക്ക് മാതാവ് കാണിച്ചൊരു വഴിയായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഗൾഫിലുള്ള ഞങ്ങളുടെ കസിൻ വഴിയായിട്ട് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങി. ഞങ്ങൾ കസിനെ വിളിച്ച് പറഞ്ഞു, ഫ്രണ്ട് വഴി എമൗണ്ട് എല്ലാം അയക്കാം, 3 ബാങ്കിലും പോയി സംസാരിച്ച് ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്യേണ്ടുള്ള വഴികളൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കസിൻ 3 ബാങ്കിൽ ചെന്നപ്പോഴും അവർ ഒരേപോലെ പറഞ്ഞത്, ഇതിൻ്റെ ആൾ വരാതെ, അതായത് ഞങ്ങൾ ഗൾഫിൽ ബാങ്കിൽ ആൾ വന്ന് ശരിയാക്കാനല്ലാതെ ഇത് ക്ലിയർ ആവില്ലെന്ന് പറഞ്ഞു.
അപ്പം ഞങ്ങൾക്കത് അസാധ്യമായ കാര്യമായിരുന്നു. കാരണം ഞങ്ങൾ യു കെയിലാണ്. അവിടെ നിന്ന് വിസ എടുത്ത് ടിക്കറ്റിന് പൈസ പിന്നെയും പോയി ഗൾഫിൽ ചെന്ന് കാര്യം നടക്കുക. അപ്പോൾ അതിന് കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പും വരുന്നു. അപ്പോൾ വീണ്ടും ജോലിയിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഫിനാൻഷ്യൽ പ്രശ്നമായിരുന്നു. അപ്പം ആ ഇടയ്ക്ക് ഞാനൊരു സാക്ഷ്യം കണ്ടു. അപ്പം അതിൽ ഒരു അമ്മ മോന് വേണ്ടി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, അമ്മ മാതാവേ, ഞങ്ങളുടെ അഭിഭാഷകയായി അമ്മ കോടതിയിൽ എൻ്റെ മകന് വേണ്ടി വാദിക്കണമേ എന്നാണ് അമ്മ പ്രാർത്ഥിച്ചെന്ന്. അപ്പോൾ അത് കേട്ടപ്പം എനിക്കതൊരു സ്പാർക്കായിട്ട് തോന്നി. അപ്പം പിറ്റേന്ന് മുതൽ 5:30 പ്രാർത്ഥിക്കുമ്പം ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞങ്ങൾക്ക് ഈ UK എന്നൊരു വിസ എടുത്ത് ചാച്ചനെ ഉടനെ പോയി അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അത് അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലതുപോലെ അറിയാം. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ബാങ്കിലും ഞങ്ങളുടെ അഭിഭാഷകയായി അമ്മ ഈശോയുമായി കടന്നു ചെന്നുകൊണ്ട് ഞങ്ങൾക്കിത് ശരിയാക്കി തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്നേരം ഓൺലൈൻ ഉടമ്പടിയിലാണ്. എങ്കിലും ഇത് വേഗം നടക്കേണ്ടത് ഞങ്ങൾ അടുത്തൊരു ലൈറ്റ് ക്യാനിലിട്ടു. ഞങ്ങൾ ലൈറ്റ് ക്യാനിലിട്ട് 4-ാമത്തെ ദിവസം 4-ാമത്തെ 5-ാമത്തെ ദിവസമായപ്പം ആദ്യത്തെ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് മെയിൽ വന്നു, നിങ്ങളുടെ ഇനി അടയ്ക്കാനുള്ള പേയ്മെൻറ്റ്സ് ഇത്രയും പെൻഡിങ് ആണ്, അത് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാമെന്ന്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് വിഷയമായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെ ആദ്യത്തെ ബാങ്കിൻ്റെ അടച്ചു. 2-ാമത്തെ ബാങ്കിൻ്റെ വന്നപ്പം ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു. പക്ഷേ എപ്പോഴും ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ മനസ്സ് വിഷമിക്കാതെ അമ്മയെ ഈശോയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പം പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഒരു പരീക്ഷണം പോലെ എപ്പോഴും തോന്നിയിട്ടുള്ള. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ചേച്ചാ അത് പ്രശ്നങ്ങൾ വരുന്ന നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, ഇത് മാതാവ് നടത്തി തരും. അങ്ങനെ 2-ാമത്തെ ബാങ്കിലതും ക്ലിയറായി. മാതാവിനോട് ഞാൻ പറഞ്ഞത്, മാതാവേ ഫെബ്രുവരി, ഇത് ഈ വർഷം ആദ്യം നടക്കുന്ന കാര്യമാണ്. അപ്പം ഈ വർഷത്തെ ഫെബ്രുവരിയിൽ ഞങ്ങൾ ലാസ്റ്റ് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിന് മുന്നേ ആയിട്ട് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫെബ്രുവരി ലാസ്റ്റ് ധ്യാനത്തിന് മുന്നേ ആയിട്ട് 3 ബാങ്കിൻ്റെയും ക്രെഡിറ്റ് ലോൺ എല്ലാം ക്ലിയറായി. അത് ഞങ്ങൾക്ക് നൽകിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം മനസ്സമാധാനം, മനുഷ്യന് ഏറ്റവും വലുതാണ് മനസ്സമാധാനം. ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത് ഒരു വലിയൊരു ആശ്വാസമാണ്. നമ്മൾ എമൗണ്ട് പുറം രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ കൂടില്ല. ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലായിരുന്നു. ഞങ്ങൾക്കൊരു കാർഡ്, ഒരു ബാങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് റിജക്റ്റ് ആവും. കാരണം ഞങ്ങൾ സമ്പാദിക്കുന്നു, കുറേ പൈസ നാട്ടിലേക്ക് പോകുന്നു, കുറേ പൈസ ഗൾഫിലേക്ക് പോകുന്നു, പിന്നെ മൊത്തം ചിലവായി തീരുന്നു. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഇല്ലായിരുന്നു. ഈ ഒരു വഴി കൂടെ തെളിഞ്ഞു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസമായി. അതിലൂടെ ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആയി, ക്രെഡിറ്റ് കാർഡ് കിട്ടി. അപ്പോൾ വീണ്ടും അടുത്ത ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായ ഒരു ഫിനാൻഷ്യൽ ക്ലിയറൻസ് ഈശോ ചെയ്തു തന്നപ്പം അതിൽ നിന്നും ഞങ്ങൾ മാറ്റി. 3-ാമത് എൻ്റെ മാതാപിതാക്കളെ ഒരു വട്ടമെങ്കിലും വിസിറ്റിന് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അതിനുള്ള സാമ്പത്തികവും സാഹചര്യമൊന്നും ഇല്ല. എങ്കിലും മനുഷ്യരായ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അപ്പം ഞാനും ആഗ്രഹിച്ചു എൻ്റെ അപ്പനെയും അമ്മയൊന്ന് ഒരു തവണ കൊണ്ടുവരണം. ഉടമ്പടിയിൽ വെച്ചൊരു ആവശ്യമാണ് മാതാപിതാക്കളെ കൊണ്ടുവരാനായിട്ടുള്ള സാമ്പത്തികവും സാഹചര്യവും, പിന്നെ അവർക്ക് രോഗാവസ്ഥകളുണ്ട്. അപ്പം അവർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗഖ്യവും നൽകി ഈ ഒരു വഴി തെളിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ UAEയിലെ ക്രെഡിറ്റ് കാർഡ് എല്ലാം ക്ലിയർ ആയപ്പോൾ ആ ഒരു ഫണ്ട് വന്നു. അപ്പം മാതാപിതാക്കളെ കൊണ്ടുവരേണ്ടുള്ള ഫണ്ടിനുള്ള ഒരു വഴി തെളിഞ്ഞു വന്നു. അതുപോലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് നമുക്ക് ഒരു വീട് ഷെയർ ആയിട്ടാണ് നമ്മൾ താമസിച്ചത്, വേറൊരു ഫാമിലിയായിട്ട്. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മാതാപിതാക്കളെ കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആ ഒരു വീടിൻ്റെ വാടക ഞങ്ങൾ തനിയെ കൊടുക്കുവാനുള്ള സാമ്പത്തികമായി ഞങ്ങളെ ഉയർത്തി. അപ്പം ആ ഫാമിലി മാറിയപ്പോൾ ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ റെൻറ്റിന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കാൻ സാധിച്ചു. അപ്പം മാതാപിതാക്കളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് നിർത്തുവാനായിട്ടൊരു വീടായി, ഞങ്ങൾക്ക് ഫണ്ട് ശരിയായി. അത് കഴിഞ്ഞ് വിസയുടെ കാര്യങ്ങൾക്ക് ഓരോ ഡോക്യുമെൻറ്റ്സ് അവർ പറയുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും പ്രശ്നങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയി. ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് ഡോക്യുമെൻറ്റ് ഫ്ലോപ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വിസ അടിച്ച് കിട്ടി. എനിക്ക് പലപ്പോഴായിട്ട് മാതാവിൽ നിന്ന് കിട്ടിയ നമ്പറുകളൊക്കെയാണ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ചൊവ്വാഴ്ചകളായിരുന്നു. അതുപോലെ 23 എന്നുള്ള നമ്പർ എപ്പോഴും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. ഞങ്ങളുടെ പപ്പായും മമ്മിയും അവിടെ വിസിറ്റിന് വന്നത് മെയ് 23-നായിരുന്നു. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. യാത്രയ്ക്കൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അവർ വന്നു, ഞങ്ങളുടെ കൂടെ 6 മാസം അവിടെ ഉണ്ടായിരുന്നു. വലിയ രോഗങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും ഇല്ലാതെ ദൈവം അവരെ പരിപാലിച്ചു. ഞങ്ങൾ ഒരുമിച്ചാണ് നവംബർ 7-ാം തീയതി ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഞങ്ങൾ 9-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, ആദ്യത്തെ ഉടമ്പടിയാണ്, എല്ലാം ഓൺലൈൻ ഉടമ്പടിയാണ്. ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾക്ക് ആക്ച്വലി ഓൺലൈൻ ഉടമ്പടി ആയിരുന്നുകൊണ്ട് ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് വന്നവർ ഉപ്പ് തന്നിരുന്നു. അപ്പോൾ ഉപ്പ് നമുക്ക് എപ്പോഴും ആവശ്യം വന്നാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് യൂസ് ചെയ്യുമായിരുന്നു. ഉപ്പിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങളുടെ 2 ചെറുത് ഞാൻ പറയാം. ഞങ്ങളുടെ അവിടെ എല്ലാം തടിയുടെ വീടാണ്. അപ്പം
എന്നും രാവിലെ മിക്കപ്പോഴും ഈ മഴ കഴിയുമ്പം നമ്മൾ വരുമ്പോൾ തറയിലെല്ലാം ചെറിയ പുഴുക്കളാണ്. കാണുമ്പോഴേ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ഇതെന്താ ഈ പുഴു വരുന്നത് നമുക്കറിയത്തില്ല. അപ്പം ഈ തടിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ നമുക്കതിനുള്ള സൊല്യൂഷനോ നമുക്ക് അവിടെ നിന്ന് വീട് മാറാനോ അങ്ങനെയൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പം എനിക്ക് തോന്നി മാതാവിൻ്റെ ഉപ്പ് വെച്ച് ഒന്ന് നോക്കാമെന്ന്. അപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോയി, മക്കളും സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ ആ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട് മൊത്തം ഞാൻ തുടച്ചു. അതിൽ പിന്നെ അവിടെ പുഴു വന്നിട്ടേ ഇല്ല, ചെറിയ പുഴു വന്നിട്ടില്ല. പ്രേക്ഷിത വേല ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ഉടമ്പടി ആയിട്ട് പത്രമൊന്നും ഇല്ലായിരുന്നു. ഒരു പത്രം കിട്ടിയത് ഞങ്ങൾ പ്രിൻ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞാൻ ആദ്യം ചോദിക്കും, അതിൽ വെള്ളക്കാരും മറ്റു നാട്ടുകാരൊക്കെ ഉണ്ട്, അപ്പം അവർക്ക് താല്പര്യമുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാൻ ചോദിക്കും, ഇത് ഫെയ്ത്തിൻ്റെ ഒരു ടെസ്റ്റിമോണിയാണ്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞോണം ഈശോയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന ആ പൈസയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇന്നോളം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. അതുപോലെ ഒരു 2-3 കുടുംബങ്ങളെ ഉടമ്പടിയിൽ കൊണ്ടുവരുവാൻ സാധിച്ചു. അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് അവരതിനെ പ്രിപ്പയർ ചെയ്യിപ്പിച്ച് ഉടമ്പടി എടുപ്പിക്കുവാൻ സാധിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ കാത്തലിക് ഫാമിലിയാണ്. മമ്മി പഠിപ്പിച്ച ശീലങ്ങൾ പോലെ കുമ്പസാരവും കുർബാനയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം കുർബാന മുടങ്ങുന്നത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. അതെനിക്ക് ഒരു ആഴ്ചത്തേക്കുള്ള ബൂസ്റ്റ് പോലായിരുന്നു. പക്ഷേ ആ ഒരു പ്രാർത്ഥന ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബ പ്രാർത്ഥന, മറ്റ് പ്രാർത്ഥനകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഒരു കൃത്യമായ പ്രാർത്ഥനയുണ്ട്. പിന്നെ പണ്ട് മുതലേ പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥനയിലും ഒരു സ്ഥിരമായ പ്രാർത്ഥനയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പം ആ ഒരു പ്രാർത്ഥന ജീവിതമുണ്ട്. അതുപോലെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈശോയുടെ തൊട്ടടുത്ത് നിൽക്കുന്നൊരു ഫീലാണ്. പക്ഷേ ഉടമ്പടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പം എൻ്റെ പ്രാർത്ഥന കുറയും, ഈശോയിൽ നിന്ന് അകലുന്നൊരു ഫീല് വരും. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു ആത്മീയമായ ഫീലിങ്ങുമാണ്. ഞാനത് അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. നൈനിയും പ്രവീണും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു വലിയ കാരണവും അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലുള്ള ഒരു ജീവിതക്രമം ചിട്ടയായത് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണെന്ന് നൈനിയും പ്രവീണും ഏറ്റുപറയുകയുണ്ടായി. ഉടമ്പടി ജീവിതം അവരെ വളരെയധികം മാറ്റിമറിച്ചു. ചെറുപ്പകാലത്തിലെ അവർ ശീലിച്ച ഒരുപാട് കാര്യങ്ങൾ പൊടിതട്ടിയെടുത്ത ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരൊരുപാട് കാര്യങ്ങൾ വളരെയധികം യേശുവിലേക്ക് ഉയരുവാനും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആരാണെന്നൊക്കെ മനസ്സിലാക്കുവാനും തങ്ങളുടെ ചുറ്റുപാടുമുള്ള UK-യിലുള്ള മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുവാനും അവരെ യേശുവിൻ്റെ വലിയ മൂല്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും കൊണ്ടുവരുവാനും അവർക്ക് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു. 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണമെന്ന് പെട്ടെന്നൊരു മെയിൽ വന്നപ്പോൾ, ഇവരുടെ വിസ തീർന്നു, വിസ എക്സ്പയറി ആയി, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകേണ്ടി വരുമെന്നൊരു വിസ വന്നപ്പോൾ വളരെ വേദനിച്ചുകൊണ്ടാണ് അവർ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത്. ഉടമ്പടിയിൽ അവർ ലൈറ്റ് ക്യാൻഡിൽ പയറിട്ട് പ്രാർത്ഥിച്ച ഉടൻ തന്നെ പരിശുദ്ധ അമ്മയുടെ പരിഹാരം, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവർക്കുണ്ടായി. വീണ്ടും ഒരു മെയിൽ ഇവർക്ക് വരുന്നു. അപ്പോൾ അവർ മാപ്പ് ചോദിച്ചുകൊണ്ട്, നിങ്ങളുടെ വിസയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്കിവിടെ തുടർന്ന് ജീവിക്കാം. അതിലൂടെ അവർക്ക് മനസ്സിലായി ഈശോ ഇൻസെൻറ്റീവായി കൊടുത്ത ഒരു വലിയ ഗിഫ്റ്റായിരുന്നു. പരിശുദ്ധ അമ്മയോട് നാം മാധ്യസ്ഥം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളിലും അമ്മ നമ്മെ സഹായിക്കുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനമാണ് ഈശോയിൽ നിന്ന് നമുക്ക് നേടിത്തരുന്നത്. പ്രവീണിൻ്റെയും നൈനിയുടെയും ജീവിതത്തിലുണ്ടായ എല്ലാ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് അവർ പറയുകയുണ്ടായി. കടത്തിൽ അവർ കയത്തോളം കടം മുങ്ങി നിൽക്കുമ്പോഴാണ് അവർ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. അവരുടെ ബാങ്ക് ലോൺ, അവരുടെ സ്വർണത്തിൻ്റെ ലോൺ, ഇങ്ങനെ ഒരുപാട് വളരെ സങ്കടപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ അമ്മ തന്നെ അവർക്ക് മാർഗദർശിയായി ചെയ്തു കൊടുത്ത ഒരു അഭിഭാഷികയായി അവരെ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമാണ്, നീ ചെയ്യാനുള്ളത് നിൻ്റെ ദശാംശം കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഈശോ നമുക്കറിയാം, ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്,
നമുക്ക് നീതി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നീ കടലിൽ പോയി ചൂണ്ടയിട്ട് ഒരു മീൻ പിടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു നാണയത്തിൽ നിന്ന് എനിക്കും നിനക്കുമായുള്ള നികുതി കൊടുക്കുക. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരത് കൃത്യമായി ജീവിതത്തിൽ സുവിശേഷത്തിലൂടെ ജീവിക്കുകയായിരുന്നു. ആ ദശാംശം കൃത്യമായി അവർ മാറ്റി. തങ്ങൾക്കുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ളതല്ല, തങ്ങളിൽ നിന്ന് എല്ലാം തന്നെ കൃത്യമായി എനിക്ക് എന്ത് കിട്ടുന്നു അതിൻ്റെ ദശാംശം കൃത്യമായി ഈശോയ്ക്ക് കൊടുക്കാൻ, ദൈവത്തിനുള്ളത് കൊടുക്കാൻ അവർ തുടങ്ങിയപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ വലിയ വലിയ അവരുടെ സിവിൽ സ്കോർ, ക്രെഡിറ്റ് സ്കോർ അവർ ഉയരാൻ തുടങ്ങിയെന്നവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആധ്യാത്മികമായ എല്ലാ സിവിൽ സ്കോറും നമുക്കൊന്ന് പരിശോധിക്കേണ്ട സമയമാണെന്നോ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എനിക്കുള്ളത് കഴിഞ്ഞ് എൻ്റെ എല്ലാ എക്സ്പെൻഡിച്ചറും കഴിഞ്ഞ് എൻ്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കഴിയുമ്പോഴാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ടത് എന്നൊക്കെ പരിശോധിക്കേണ്ട, മാറ്റുരച്ച് നോക്കേണ്ട വിശ്വസ്തതയുടെ ഒരു സമയം കൂടിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്ക് വളരെ വിശ്വസ്തരായിരിക്കാം. ഫരിസേയരെക്കുറിച്ച് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് നിങ്ങൾ ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും കരുണയും നിങ്ങൾ അവഗണിക്കുന്നു. ഏതാണ് നമുക്കുള്ള ആ ദശാംശം എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ അവരെ സഹായിച്ചത് അവരുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താനാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം കൃത്യമായി ഇവരെ പഠിപ്പിക്കുകയും കൈപിടിച്ചുകൊണ്ട് ഇവരെ ഈശോയുടെ അടുത്തേക്ക് നയിച്ച് ഈശോയെ സ്വീകരിക്കുമ്പോഴെല്ലാം കണ്ണു നിറയുന്ന എൻ്റെ ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി മരിച്ച ഈശോ ഇത്രമാത്രം ഒരു വലിയവനായിരുന്നു, ഞാൻ ആ വലിയവനായ മഹാനായ ഈശോയെയാണല്ലോ ഞാൻ എൻ്റെ ഉള്ളിൽ സ്വീകരിക്കുന്നത് എന്നുള്ള വലിയ വലിയ ബോധ്യങ്ങളിലേക്ക് നൈനയും പ്രവീണും കടന്നു വന്ന ഉടമ്പടിയിലൂടെയാണ്. നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള എല്ലാ ജീവിതാവസ്ഥകളെയും, അവർക്ക് അവിടെ വിസയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, അവർക്ക് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ, എല്ലാത്തിനെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രവീണും നയനിക്കും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബീന, ഇതെൻ്റെ ഭർത്താവ് ബാബു. ഞാൻ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ നിന്നും വരുന്നു. ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാനുള്ള കാരണം എൻ്റെ ചേട്ടന് ഒരു വണ്ടി വേണമായിരുന്നു. ഡ്രൈവറാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ വണ്ടി വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയില്ലാത്തൊരവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. വണ്ടി പലയിടത്തും ചേട്ടൻ അന്വേഷിച്ച് നോക്കി. പലയിടത്തും ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോകും, തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ വണ്ടിയൊന്നും ഇല്ലാതെ സങ്കടപ്പെട്ട് വരുന്നൊരവസ്ഥയിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ OLXൽ ഞാനൊരു വണ്ടി കണ്ടു. അതിന് ലോൺ എടുത്ത് വണ്ടി വാങ്ങിക്കാമെന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ നീങ്ങി. ലോണിന് അപേക്ഷിച്ചപ്പോൾ ലോൺ കിട്ടുമെന്നുള്ള ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ അത് ലോണിനോട് അടുത്തപ്പോൾ ഞങ്ങൾ സ്വന്തം വീട് ഉള്ളവർക്ക് മാത്രമേ ആ വണ്ടി കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതായിരുന്നു. അതിന് കരമടച്ച പേപ്പറും ഇതും മറ്റും വേണമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ആ തീരുമാനം മാറ്റി. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിലായി. ഞങ്ങൾ 20 വർഷത്തോളമായി വാടക വീട്ടിലാണ് താമസം. അങ്ങനെ ഇരിക്കെ എനിക്ക് ഞങ്ങളുടെ അടുത്ത കടയിൽ നിന്നും ഒരു പത്രം കിട്ടി. ആ പത്രത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വന്ന് മാതാവിനെ കാണണമെന്നുള്ള ഒരു ഇത് വന്നു. ഞാനിവിടെ കൃപാസനം പത്രം കിട്ടി. കൃപാസനത്തിൽ വന്നു, മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി വന്ന് വൈകിട്ട് തന്നെ ഞാനും ഭർത്താവും കൂടി വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക്, ആ വഴി അങ്ങനെ വരാത്തൊരു സ്ത്രീയാണ്, അവർ വീട്ടിലേക്ക് വരുന്നതും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. ഒരു വണ്ടിയില്ലാതെ വല്ലാതെ വിഷമിച്ച് നടക്കുകയാണ്, ഞാനിപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല, ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഞങ്ങൾ കാര്യം പറയും, ഇത്രയും വേണം, ഞാൻ നോക്കട്ടെ, എൻ്റെ ഒരു അറിവിലൊരു കൂട്ടർ കൊടുക്കുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ട് നാളെ വന്ന് പറയാമെന്ന് പറഞ്ഞു. അവർ അത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് പണം റെഡിയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി വാങ്ങിക്കാനുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അത് ആ ഒരു ഇതിൽ ഞാനും ചേട്ടനും കൂടി വളരെ സന്തോഷത്തിൽ വണ്ടിയുടെ കാര്യമായിട്ട് മുന്നോട്ട് പോയി. വണ്ടി വാങ്ങിക്കാനുള്ള കാശുമായിട്ട് അവർ വന്നു. പക്ഷേ അതും തികഞ്ഞില്ല. പോരാതെ കുറച്ച് പൈസയും കൂടി വേണ്ടി വന്നു. അതവരെ കഴുത്തിൽ കിടന്ന മാല ഊരി തന്നു. പണയം വെച്ച് എത്രയാണ് വേണ്ടത് അത് നിങ്ങൾ കൊണ്ടുപോയി ആദ്യം വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവാം, അതിനുശേഷം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ചെയ്യാമെന്ന് കരുതി. ഉടനെ തന്നെ അത് പണയം വെച്ചു. ഞങ്ങൾ വണ്ടി പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലേ എനിക്ക് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിന് ഗുളിക ഡെയിലി മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരിക്കുക. ഡെയിലി നേരം വിളിക്കുകയും രാവിലെ തന്നെ അത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ തൊണ്ടയിൽ നിന്ന് എന്തോ തടസ്സം പോലെ തോന്നും.
മരുന്ന് കഴിച്ചാലേ ഇത് മാറുള്ളൂ. ഒരു ദിവസം മരുന്ന് തീർന്ന് ഞാൻ വാങ്ങിക്കാൻ പറ്റിയില്ല, കയ്യിൽ കാശുമില്ലായിരുന്നു, ചേട്ടനോട് പറയാനും മറന്നുപോയി. രാത്രിയായപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. തൊണ്ടയിൽ മാതാവിൻ്റെ തൈലം പുരട്ടി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവ് ഇനിയൊരിക്കലും എനിക്ക് ഈ ഗുളിക കഴിക്കാനുള്ള ഇടവരുത്തല്ലേ, എൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതോടെ ഇന്ന് 1.5 വർഷത്തോളം കഴിഞ്ഞു. എനിക്ക് ആ ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ അസുഖം പൂർണ്ണമായും മാതാവ് എടുത്ത് കളഞ്ഞെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ടുപോയി എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ 2 രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയിൽ മുടങ്ങാതെ ഞാൻ ബൈബിൾ വായിക്കും. വേണ്ടപ്പെട്ടവർക്ക് പൊതിച്ചോറ് കൊടുക്കുകയും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യുകയും പലർക്കും തൈലം പുരട്ടി പ്രാർത്ഥിച്ച് പലരുടെ അസുഖങ്ങൾ മാറിയ ചരിത്രമുണ്ട്. ഉപ്പ് വിതറി ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു കുട്ടിയുടെ വീട് വിൽക്കാൻ വേണ്ടി നടക്കണില്ലായിരുന്നു, അത് വിറ്റു. അവരും വളരെ സന്തോഷമാണ്. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബീന ബാബു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുടുംബത്തിൽ ലഭിച്ച വലിയൊരു ദൈവിക ഇടപെടലിനെ അമ്മ മാതാവിന്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി സൂചിപ്പിച്ചു, അവിചാരിതമായി കിട്ടിയ ഒരു കൃപാസനം പത്രത്തിലൂടെയാണ് അമ്മയെക്കുറിച്ച് അറിയുന്നതും അത് വായിച്ചതിലൂടെ അമ്മയുടെ സന്നിധിയിൽ എത്തിയാൽ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന വലിയൊരു വിശ്വാസവും ബോധ്യവും ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏറെ നാളായി ഒരു വാഹനം സ്വന്തമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ട് അത് ജീവിതം മുന്നോട്ട് പോകുവാനാവാത്ത വിധം ക്ലേശിതരായി നിൽക്കുമ്പോഴാണ് ഈ കൃപാസനം പത്രം കിട്ടുന്നതും അതിൻ്റെ വായിച്ചറിഞ്ഞ വിശ്വാസത്തിൽ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുക്കുന്നതും. സഹോദരി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേരും ഇവിടെ അമ്മയുടെ കരങ്ങളിൽ ഈ നിയോഗം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, തൊഴിൽ നന്നായി എടുക്കുവാൻ, ഈ വാഹനത്തിന് വേണ്ടിയുള്ള ഈ നിയോഗത്തെ സമർപ്പിച്ച് തിരികെ ചെല്ലുമ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു വ്യക്തി വന്ന് സഹായിക്കുവാനുള്ള വാഗ്ദാനം കൊടുക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ ഈ ദൂതന്മാരുടെ ഇടപെടൽ നമുക്ക് എപ്പോഴും കാണാനാവും. നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥനയോടുകൂടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കൃപാസനം പത്രം നാം കൈമാറുമ്പോൾ ഇത് ഇവരുടെ ജീവിത വിഷയങ്ങൾക്ക് ഉപകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം അത് ആഗ്രഹത്തോടു കൂടി ദൈവികമായ ഇടപെടലും ദൈവ സാന്നിധ്യവും ഇതിലൂടെ ഇത് കൈമാറപ്പെടുമ്പോൾ ലഭിക്കുന്ന വ്യക്തിക്കുണ്ടാകണമേ എന്ന് നാം അറിഞ്ഞ ആഗ്രഹത്തോടു കൂടി കൈമാറുകയാണെങ്കിൽ അത് ഫലമുള്ളതായിത്തീരും. കാരണം അത് നിറയെ ദൈവികമായ സന്ദേശങ്ങളാണ്. അത് നിറയെ ജീവിതം തകർന്നു പോയവർക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ടാണ് കൃപാസനം പത്രം വലിയ പ്രേക്ഷിത പ്രവർത്തനമായി നാം ചെയ്യുമ്പോൾ അത് ലഭിക്കുന്ന ഓരോരുത്തരും ആഗ്രഹത്തോടെ വായിക്കുകയും അവർ അമ്മയുടെ അരികിലെത്തി ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ കൂടെ ചെന്ന് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട്, അടുത്ത ദിവസം അത്ര കണ്ട് പരിചയമോ ബന്ധമോ ഇല്ലാത്ത ഒരു വ്യക്തി പറഞ്ഞ് സഹായിക്കാമെന്ന് പറഞ്ഞ് മുൻപോട്ട് വരികയും പണം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും എന്നാൽ വാഹനം എടുക്കുന്ന സമയത്ത് അത് തികയാതെ വന്നപ്പോൾ സ്വന്തം മാല ഊരിക്കൊടുത്ത് പണയം വെച്ച് ആ വാഹനം എടുക്കുവാനായി കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന ജീവിതത്തിൻ്റെ നിലയില്ലാ കയത്തിൽ നാം അകപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി ദൈവം തൻ്റെ ദൂതരെ അയക്കുകയും നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അമ്മയിലുള്ള ആശ്രയത്വവും ദൈവശക്തിയിലുള്ള വിശ്വാസവുമാണ് ആ തൈറോയ്ഡ് രോഗത്തിന് ഏറെ നാളായി മരുന്ന് കഴിക്കുന്ന സഹോദരി അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചതിന് ശേഷം അമ്മ മാതാവ് ഈ മരുന്നിന് പുറത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഏറെ ക്ലേശകരമാണ്, സാമ്പത്തികമായി വലിയ ചെലവുള്ളതുമാണ്. അമ്മയുടെ സഹായത്താൽ തിരുക്കുമാരൻ്റെ ശക്തിയാൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഓർക്കണമേ, ലോകത്തുള്ള ഏതൊരു ശക്തിയിലും വലുത് ദൈവശക്തി തന്നെയാണ്. ദൈവത്തിൽ ശരണപ്പെടുന്നവരാരും ഒരിക്കലും നിരാശപ്പെടില്ല. അവർ എത്ര കണ്ട് നിലംപതിച്ചാലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, കഴുകന്മാരെപ്പോലെ ചിറകടിച്ചുയരുവാൻ ദൈവം കരുത്തും കൃപയും കൊടുക്കും. അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. അതിനുശേഷം ഈ 1.5 വർഷക്കാലം മരുന്നൊന്നും എടുക്കാതെ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നേടി ജീവിതം നയിക്കുവാൻ അമ്മ മാതാവിനെ സഹായിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വിഷയം എന്തുമാവട്ടെ, തകർച്ച എത്ര വലുതാവട്ടെ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് എളിമപ്പെട്ട് കൊടുക്കുവാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും വിശ്വസ്തയോടുകൂടി നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുവാനും നാം സന്നദ്ധരാണെങ്കിൽ അനുഗ്രഹം ദർശിക്കും. അതിൻ്റെ അടയാളവും സാക്ഷ്യവും ഈ കുടുംബം അമ്മയുടെ തിരുവൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്